ഇന്ന് രാവിലെ നമുക്ക് കൊഴുക്കട്ടയിനെ കൊഴുക്കട്ട ഇതേപോലെ ഉരുട്ടിയിട്ടിട്ട് വേവിച്ചിട്ട് വെള്ളത്തിൽ ഉരുട്ടിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അത് വെള്ളത്തിൽ ഉരുട്ടിയിട്ടിട്ട് അതൊന്ന് നല്ലോണം വേവിച്ചിട്ട് ഇതേപോലെ കറിൻ്റെ അകത്തിട്ട് നല്ലോണം ഒന്ന് ഉലത്തിയെടുത്തതാണ് കേട്ടോ. ഇത് തലേന്നത്തെ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ശേഷം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉലത്തിയെടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ട് ഇതാകുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത്. പിന്നെ ചായ കുടിയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇട്ടത്. നമ്മൾ ഉച്ചക്കത്തെ ചോറിലേക്കുള്ളതാണ്. അപ്പോൾ ഇന്ന് മാന്തൾ മുളകിട്ടതും അതുപോലെ തന്നെ സാദാ ചോറ് കേട്ടോ. നമ്മളെ വെറും ചോറും അതുപോലെ തന്നെ ഈ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ച്. ചിക്കൻ്റെ അകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കസൂരി മേത്തിയും നല്ല ജീരകവും പെരുംജീരകവും പിന്നെ നമ്മളെ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് ഫുഡിന് വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ. 12 മണിയോളം കറക്റ്റ് ടൈമാണ് കേട്ടോ. എന്നെ വിളിച്ച് കൊണ്ടുപോവുകയാണ് ഫുഡിനും വേണ്ടിയിട്ട്. അപ്പോൾ നേരമായാൽ പിന്നെ ഓൾ ആ ടൈമിന് വരും കേട്ടോ. അതുവരെ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ ഇവിടെ നിന്നും ഫുഡ് കഴിക്കില്ലല്ലോ, നമ്മളെ കൊടുക്കുന്ന ആ ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് കഴിക്കുക. പിന്നെ അതിൻ്റെ പേരെ ലേശം വെറുംചോറിൻ്റെ മണി ഇട്ട് കൊടുക്കും കേട്ടോ. അതും കൂടി കഴിക്കും, വേറെ ഒന്നും തിന്നില്ല കേട്ടോ. പിന്നെ എന്താ മീൻ പുഴുങ്ങി വെച്ച് കൊടുത്താൽ ചില ടൈമിന് കഴിച്ചോളൂ. ഇവിടെ കൂട്ടിക്കൊണ്ട് കാണിക്കുക കേട്ടോ. അവിടെയാണ് തീറ്റ വെച്ചത്. ഇപ്പോൾ കാണിച്ചു തരാം അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുറേ പണികളൊക്കെ ചെയ്തിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഒന്ന് എടുത്തതാണ്. അപ്പോഴത്തേക്ക് മഞ്ഞളും മുളകും ഉപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിക്കുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ.